ഉരുളൻകിഴങ്ങ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാലക്കറി. നോക്കൂ, 2 ഉരുളൻകിഴങ്ങ്, ഒരു വലിയ ഉള്ളി, 2 പച്ചമുളക്, ഒരു പിടി പരിപ്പ്. ഈ കഷ്ണങ്ങൾ മുറിച്ച് ഇതെല്ലാം കൂടി അതിട്ട് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് പ്രഷർ കുക്കർ അടച്ച് ഒരു 5 വിസിലടിക്കുന്ന മാതിരി ഒരു 4-5 ആവാം. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് ആവശ്യത്തിന് ടെമ്പറേച്ചർ കറക്റ്റാക്കിയ ശേഷം തുറന്ന് ഉടനെ തന്നെ കടുക് വറുക്കുക. ചീനച്ചട്ടി എണ്ണ ഒഴിച്ച് കടുകിട്ട ശേഷം ഉണക്കമുളകിട്ട് കറിവേപ്പിലിട്ട് പൊട്ടിയ ഉടനെ ഇത് മിക്സ് ചെയ്യുക, തുറന്ന് ഉപയോഗിക്കാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു മസാലക്കറിയാണ്. നോക്കൂ, ഉണ്ടാക്കൂ, കഴിക്കൂ. ചോറ്, ഒരു കിണ്ണം ചോറ് തട്ടിവിടും, ഉറപ്പാണ്. പേടിച്ചിനെയാണ് അതെ മുറിക്കുന്നത് കേട്ടോ. കേട്ടോ, ഞാൻ 28 വർഷം ഗൾഫിലായിരുന്ന സമയത്ത് അവിടെ ഈ മലയാളികൾ മാത്രം ഈ ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞിട്ടുള്ള ഒരു ആഹാരം റെഡിയാക്കി. കാരണം ഗ്യാസാണ് അത്ര. എൻ്റെ ഈ ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ ഗ്യാസാണെന്ന് പറയും. പക്ഷേ ഈ തോല് കളയാതെ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഉപയോഗിച്ചാൽ ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. എൻ്റെ അറിവ്, ഞാൻ ഈ 28 വർഷം ആ ഒരു പാഠം പഠിച്ചതുകൊണ്ട് ഞാൻ വീട്ടിലും അങ്ങനെ ചെയ്യാറുള്ളത്. മണ്ണും ചളിയൊക്കെ കളയണം. നന്നായി ഒരു 1/2 മണിക്കൂർ 10 മിനിറ്റൊക്കെ നന്നായി കഴുകിയ ശേഷം പുല്ലുങ്ങൾ ഉപയോഗിക്കാം. അത് മലയാളി മാത്രം ഇങ്ങനെ തോരി കളഞ്ഞിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് മാത്രം ഗ്യാസ്. തമിഴ്മാർക്കോ ആന്ധ്രക്കാർക്കോ മറ്റ് സൗത്ത് ഇന്ത്യയിലെ ആൾക്കാർക്കോ നോർത്ത് ഇന്ത്യയിലെ ആൾക്കാർക്കോ ഒരു പ്രശ്നമില്ല. ബംഗാളികൾക്കും പ്രശ്നമില്ല, ഇറാനികൾക്കും പ്രശ്നമില്ല, അറബികൾക്കും പ്രശ്നമില്ല. പ്രശ്നം മുഴുവൻ മലയാളികൾക്ക് മാത്രം. അത് തോല് കളയുന്നതുകൊണ്ടാണ്. അപ്പോൾ തോല് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കറി റെഡിയാക്കുക. ഇതാ നോക്കൂ, ഇത് നമ്മൾ എഡിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഒരു വലിയ ഉള്ളി അത്ര മതി. പക്ഷെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. വെച്ച് നോക്കൂ. ഒറ്റയ്ക്ക് താമസിക്കുന്ന കുടുംബനാഥന്മാരുണ്ടല്ലോ, അവർക്കൊക്കെ പറ്റുന്ന ഒരു കറി തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാം. ഇത് 2 പച്ചമുളക് മുറിക്കുന്നത്. മല്ലിപ്പൊടി ഈ ടീസ്പൂൺ മതി. അധികം എരിവൊന്നും വേണ്ട. മസാലക്കറിയാണല്ലോ, അത് പെട്ടെന്നുള്ള ഒരു നല്ലൊരു കറിയാണ്. നോക്കി നിങ്ങൾക്ക് കഴിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ അത്ര മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്, അവിടെ നോക്കാം. വെള്ളം പാകത്തിന് ഒരു കുറച്ച് എത്ര നമ്മൾ ആളുകളുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. അതുണ്ടോ നമുക്ക് അടുത്ത് വെച്ച് അടുത്ത് വെച്ചു. കത്തിക്കുന്നു. കത്തിക്കണ നോക്കൂ, ഇപ്പോൾ റെഡിയാവും. നോക്കൂ, 5 വിസിലടിക്കാം. 5 വിസിലടിച്ചാൽ നന്നായിട്ടത് പോകും. പിന്നെ നമുക്ക് ടൈമൊന്നും വേണ്ട. നമുക്ക് ഈ വിസിലടിക്കുന്ന ടൈം പിന്നെ അത് എയർ തള്ളിയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലിട്ട് പൊട്ടിയ ശേഷം കറിയിലേക്ക് ഒഴിച്ചു. കറി റെഡി. എന്താ കറി! എത്ര മിനിറ്റ് കൊണ്ട് കറി